ഗ്യാസിലൂടെ പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു കാറ്റഗറി, എൻ്റെ ചാനലിൽ പുതിയൊരു കാറ്റഗറി ആയി തുടങ്ങി. ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു മനസ്സോട് പറയുന്ന ഒരു സംഭവമാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ് നമ്മളെ സ്പോർട്സ്, അതായത് ഫുട്ബോളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ യൂറോ കപ്പും ഇന്ന് കോപ്പ അമേരിക്കയും തുടങ്ങി. അപ്പോൾ ഇന്ന് കോപ്പ അമേരിക്ക തുടങ്ങി. കോപ്പ അമേരിക്ക കുറച്ചാവട്ടെ, നമുക്ക് കോപ്പ അമേരിക്ക വീഡിയോ ഇടാം. പക്ഷേ നമ്മൾ യൂറോ കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ യൂറോ കപ്പിനെ കുറിച്ചാണല്ലോ ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് യൂറോ കപ്പിൽ പറയുന്നത് ഫസ്റ്റ് മാച്ച് എല്ലാവരും കണ്ടാവും. സ്കോട്ട്ലാൻഡിലെതിരെ ജർമ്മനിൻ്റെ മാച്ചാണ്. നമ്മൾ എല്ലാ മാച്ചും നമുക്ക് പറയാനുള്ള 5-1 എന്ന് പറഞ്ഞൊരു ജർമ്മനിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വരെ പറയുന്ന ഒരു ഗെയിമായിരുന്നു. പിന്നെ ജർമ്മനി തിരിച്ചുവരവ് തന്നെയാണ്, കാരണം ഇപ്പോൾ അവർ ക്വാളിഫൈ ചെയ്തു. അതായത് ടേബിളിൽ ഒരു ടോപ്പിലാണ്, ക്വാളിഫൈ ചെയ്തു. നമ്മളെ ക്വാളിഫൈ ചെയ്തൊരു ടീമാണ്. ഒരു 2 കളി കളിച്ചു, 2 കളിയും ജയിച്ചു ടീമാണ്. പക്ഷേ ഓൾക്ക് അത്ര വലിയൊരു ഗ്രൂപ്പ് സ്റ്റേജ് പറയുന്നത് അത്ര ഒരു വലിയൊരു കടമ്പായിട്ടുള്ളൊരു ഗ്രൂപ്പ് സ്റ്റേജ് അല്ല. അതായത് സ്വിറ്റ്സർലാൻഡും സ്കോട്ട്ലാൻഡും ഹംഗേറിയും ജർമ്മനിയെ സംബന്ധിച്ച് അത്ര വലിയൊരു ഗ്രൂപ്പ് സ്റ്റേജും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അന്നത്തെ ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അതായത് സ്പെയിനും ക്രൊയേഷ്യയും തമ്മിലാണ് ഒരു കട്ടക്കിലെ മത്സരമാവും കരുതിയ ഞാനാണ്. അതായത് സ്പെയിൻ ആൻഡ് ക്രൊയേഷ്യ മത്സരം കട്ടക്കിലൊരു മത്സരമാവും കരുതിയാണ്. പക്ഷേ സ്പെയിൻ്റെ ഒരു നല്ലൊരു ആധിപത്യം ഫസ്റ്റ് ഹാഫ് മുതലുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 3 ഗോൾ അടിച്ചത്. 3 ഗോൾ അവിടെ അടിച്ചു. ഫസ്റ്റത്തെ ഗോൾ നല്ലൊരു അടിപൊളി ഗോളായിരുന്നു, ത്രൂ ബോളിൻ്റെ ഒരു ഗോള്. കർവജാലിൻ്റെ ഒരു 3ാമത്തെ ഗോളാണ് കർവജാലിൻ്റെ ഗോള്. പക്ഷേ അതൊരു ത്രില്ലിങ് മാച്ച് ആയില്ല, കാരണം ക്രൊയേഷ്യക്ക് എന്ത് പറ്റിയെന്നറിയില്ല, അതൊരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ ഇറ്റലി, ആ ഗ്രൂപ്പാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഗ്രൂപ്പ് എന്ന് ആണെങ്കിൽ പറയാം. കാരണം അതിൽ അൽബേനിയ ഒരു ഇതുണ്ട്, ഒരു ടീമുണ്ട്. ബാക്കിയുള്ള ഇത് നോക്കുകയനുസരിച്ച് അത്ര വലിയൊരു ഇതിലുള്ള ടീമല്ല അൽബേനിയ. സ്പെയിനാണ് ഒന്ന്, ഇറ്റലി, ക്രൊയേഷ്യ പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വേൾഡ് കപ്പിൽ സെമി കളിച്ച ടീമാണ്. പിന്നെ ഇറ്റലി കഴിഞ്ഞ കൊല്ലം വേൾഡ് കപ്പ് കളിച്ചില്ല, പക്ഷേ യൂറോ കപ്പ് കഴിഞ്ഞ യൂറോപ്പ് ചാമ്പ്യന്മാരാണ് ഈ പറഞ്ഞ ഇറ്റലി. സ്പെയിൻ പിന്നെ അറിയുള്ളൂ, യങ് പ്ലെയേഴ്സാണ്. 16 വയസ്സ് മുതൽ ഈ പറഞ്ഞ കർവജലാണ് അതിൽ ഇതിൽ 32 വയസ്സ്. കർവജാലിന് 32 വയസ്സാണ്. 16 വയസ്സ് മുതലുള്ള പ്ലെയേഴ്സ് കളിക്കണ ഒരു യങ് ടാലൻറ്റഡ് ഒരു സ്ക്വാഡാണ് ഈ പറഞ്ഞ ഇതിലുള്ളത്, സ്പെയിനിലുള്ളത്. ഒരു 2 മാച്ച് ഇപ്പോൾ ജയിച്ചു, 3ാമത്തെ മാച്ച് കളിക്കാൻ പോകുന്നു. അപ്പോൾ അൽബേനിയ അതിൻ്റെ ഇടയിൽ പെട്ട അവസ്ഥയാണ്. പക്ഷേ ഫസ്റ്റത്തെ കളി പറഞ്ഞത് അവർ ഇറ്റലിയായിട്ട് കളിച്ച് അതായത് ഫസ്റ്റിന് അവർ ഗോളിടാണ്. ഏകദേശം പറയുക വെച്ചാൽ അവർ ഇറ്റലിയായിട്ട് കളിച്ചിട്ട് ഗോളിടുന്നത് നോക്കട്ടോ, കാണാറിയില്ല. ഓക്കെ, ഇറ്റലി ഗോൾസിൻ്റെ 1-ാം മിനിറ്റിൽ, അതായത് സെക്കൻഡിൽ ഗോളിടുന്നത് ഞാൻ ഇത് മറന്നുപോയതാണ്. സെക്കൻഡിൽ ഗോളിടാണ്. പിന്നെ ഇറ്റലി 11-ാം മിനിറ്റിലും 16-ാം മിനിറ്റിലും ഫസ്റ്റ് ഹാഫ് തന്നെ തിരിച്ചു വരികയാണ്. അവർ ഇറ്റലിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതല്ല ശരിക്കും ഇറ്റലി പറഞ്ഞു. പക്ഷേ അൽബേനിയെ സംബന്ധിച്ചൊരു നല്ലൊരു ടീമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ടീമില്ലായിരുന്നു, പക്ഷേ കാര്യങ്ങളുണ്ടായിരുന്നില്ല. നല്ലൊരു ടീമാണ്, എതിരാളിയായിരുന്നു. പിന്നത്തെ മത്സരം, പിന്നെ അൽബേനിയക്കുള്ള മത്സരം ഉണ്ട് ക്രൊയേഷ്യൻ്റെ സെക്കൻഡ് മാച്ച് വരുന്നത്. ക്രൊയേഷ്യൻ്റെ സെക്കൻഡ് മാച്ച് വരുന്നത് ഇതേമാതിരി അൽബേനിയായിട്ടാണ്. കാരണം അവർക്കിത് ജയിച്ചേ പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് കളി 3 എണ്ണത്തിനാണ് തോറ്റത്. ചില്ലറ തോൽവല്ല തോറ്റത്, 3 എണ്ണത്തിന് തോറ്റാണ്. ഇത് ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു മട്ടിലാണ് ഈ പറഞ്ഞ ക്രൊയേഷ്യ കളിക്കുന്നത്. പക്ഷേ അവർക്ക് ഫസ്റ്റ് തന്നെ ഗോൾ വാങ്ങേണ്ടി വരികയാണ്. ഇത് അൽബേനിയ ഫസ്റ്റ് തന്നെ ഗോളിടാം. പറഞ്ഞാൽ ഏകദേശം ഇതേമാതിരി 11-ാം മിനിറ്റിൽ ഗോളിടാണ്. ഇതേ സ്ഥിതിയാണ് ഇതേമാതിരി ഇറ്റലിയായിട്ട് അവർക്ക് വന്നത്. ഫസ്റ്റ് തന്നെ ഗോളിടുന്നു, പിന്നെ വാങ്ങുന്നു സംഭവമാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവർക്ക് വാങ്ങണില്ല. ഞാൻ കളി കുറച്ച് ഞാൻ കണ്ടിരുന്നു. അതിൽ ലിവാപ്പുച്ച് പറഞ്ഞ ഗോൾ ഉണ്ടായതുകൊണ്ടാണ് ഒരു ഹെഡൊക്കെ സത്യം പറഞ്ഞാൽ ഇതാക്കുന്നത്. ഒരു ഹെഡിലാണ് ഗോൾ ഇട്ടത്. അത് വേറെ കാര്യം. ഒരു ഹെഡ് നല്ലൊരു സേവും ലിവാപ്പുച്ച് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ചാൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്രൊയേഷ്യ ഓരോ തരത്തിൽ നല്ല രീതിയിൽ ചാൻസോ കാര്യങ്ങളോ ഉണ്ടാക്കണില്ല. അതുപോലെ ക്രോസിംഗ് ഒന്നും നടക്കണില്ല. അതായത് ക്രോസിംഗ് ആണ് കുറച്ചൊരു മെയിനായിട്ടുള്ള സംഭവം. ക്രോസിംഗ് നടക്കണില്ല. ലൂക്ക മോഡ്രിച്ച് അധികം ഒരു ഇൻവോൾവ് ആയി കളിക്കണില്ല എന്നുള്ളവർക്കൊരു ഇതാണ്. പക്ഷേ അവർക്ക് ജയിച്ചേ പറ്റും എന്നുള്ളൊരു ഇതാണ് കളി. ജയിച്ചേ പറ്റും എന്നുള്ളൊരു ഇതാണ്. പക്ഷേ അൽബേനിയ പുറത്തമുട്ട കളി കളിക്കുകയാണ്. കാരണം അവരൊരു ബെസ്റ്റ് ഫോമൊക്കെ എത്തുകയാണ്. കാരണം അവർക്കൊരു മരണ ഗ്രൂപ്പിൽ പെട്ടൊരു സംഭവമാണ്. പക്ഷേ അവർക്ക് എന്തെങ്കിലും കാട്ടണം എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഇതേമാതിരി 74-ാം മിനിറ്റിൽ ഗോളടിക്കുകയാണ് ഈ പറഞ്ഞ ക്രൊയേഷ്യ. പിന്നെ 76-ാം മിനിറ്റിൽ ഓൺ ഗോളിൻ്റെ കാര്യം ഞാൻ യൂറോ കപ്പിൽ പറയാം. ഞാനത് പറയാം. ഓക്കെ, ഓൺ ഗോളാണ്. ഞാൻ നോക്കുമ്പോൾ ഏകദേശം 82 മിനിറ്റ് ആയപ്പോഴാണ് ജസ്റ്റ് കളി നോക്കുമ്പോൾ 2-1 ക്രൊയേഷ്യ. ഇനി ഡിഫൻസ് പൊട്ടിക്കാൻ അൽബേനിയ പോലത്തെ ടീം പറഞ്ഞാൽ സാധാ യൂറോപ്പിലെ ഏറ്റവും ടോപ്പിൽ ഇതേമാതിരി നാഷണൽസ്, അതായത് ടോപ്പ് ടീമിന് തന്നെ പാടുപെടുന്ന ഒരു മിഡ്ഫീൽഡർ വെച്ചാലും
ഒരു എന്താ ഡിഫൻസുമാണ് ഈ പറഞ്ഞ ക്രൊയേഷ്യക്കുള്ളത്, അത് പൊട്ടിക്കാനില്ല. അതിലാണ് അൽബേനിയൻ്റെ തിരിച്ചറിവ്. ഞാൻ ആ ഗോൾ കണ്ടു, അല്ല അടിപൊളി ഒരു ഗോളാണ് അടിച്ചത്. അതായത് ഗാർഡിയോളിൻ്റെ അടിയിൽ കൂടി അടിച്ചത്, സത്യം പറഞ്ഞു ഗാർഡിയോളിൻ്റെ നടിയിൽ കൂടി അടിച്ച ഒരു ഗോള്. അതൊരു കാണുമ്പോൾ ഒരു സ്ലൈഡിങ് ആണ്, സ്ലൈഡിങ് നമുക്ക് കാലിൻ്റെ അടിയിൽ കൂടി പോയി അത്രേ ഉള്ളൂ, അല്ല നിൽക്കുമ്പോൾ ഒരു നടി കൂടി അല്ല, സ്ലൈഡിങ് കാലിൻ്റെ അടിയിൽ കൂടി പോകുന്ന ഒരു അടിപൊളി ഒരു ഗോളാണ് വന്നത്. അതായത് സമനിലാക്കണം, അതായത് ഇവർ ജയിച്ചു എന്നുള്ളൊരു ഒറ്റ ഇതിൽ ചിന്തയിൽ കളിക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ 95-ാം മിനിറ്റിലാണ്, അതായത് 6-5 മിനിറ്റ് അതൊന്നും ഇതേമാതിരി എക്സ്ട്രാ ടൈം കൊടുത്തിരുന്നത്. 95-ാം മിനിറ്റിലാണ് ഈ പറഞ്ഞ ഗോൾ വരുന്നത്. അൽബേനിയയുടെ 2-2. അതായത് ക്രൊയേഷ്യ ഇതാവാണ് ടാബിൾ നോക്കി വെച്ചാൽ, നമുക്ക് ക്രൊയേഷ്യയിൽ നോക്കുക വെച്ചാൽ ക്രൊയേഷ്യ ഇപ്പോൾ ലാസ്റ്റിൽ നടക്കുന്നത് 2 മത്സരം കളിച്ചുമ്പോൾ ലാസ്റ്റിലാണ് ക്രൊയേഷ്യ നടക്കുന്നത്. അൽബേനിയാണ് മുന്നിൽ. ഗോൾ ഡിഫറൻസിൻ്റെ ഇതിൽ -3 ക്രൊയേഷ്യക്കുള്ളത്, മറ്റേക്ക് -1 8 ആ തോറ്റ കാര്യം. പിന്നെ സ്പെയിനും അവിടെ കയറി. പിന്നെ ഇംഗ്ലണ്ട് വിചാരിച്ച മാതിരിയല്ല, അതായത് അവരുടെ കളി വിചാരിച്ച മാതിരിയല്ല എന്നല്ല പറഞ്ഞത്, അവർക്ക് വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കണില്ല എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റത്തെ കളി ജയിച്ചു, ഒറ്റ ഗോളിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത്, ആ സെർബിയനായിട്ട് കളിച്ച കളി. പക്ഷെ അന്ന് സെർബിയനായിട്ട് കളിച്ച കളി പറഞ്ഞാൽ ഇംഗ്ലണ്ട് ആകെ 5 ഷോട്ട് അടിച്ചാൽ 3 ഓൺ ടാർഗറ്റ്, 5 ഷോട്ടേ അടിച്ചിട്ടുള്ളൂ, ഒരു കളി മൊത്തം കളിച്ചിട്ട് 5 ഷോട്ടേ അടിച്ചിട്ടുള്ളൂ. ഇതേമാതിരി മറ്റൊരു 6 ഷോട്ട് അടിച്ചു, 1 ഓൺ ടാർഗറ്റ്. അതാണ് കളിയുടെ സ്റ്റാറ്റസ്. അതിൽ സ്റ്റാറ്റസ് വരുന്നത് അതാണ്. അതായത് ഇംഗ്ലണ്ട് കരുതിയമാതിരി ഗോൾ അടിക്കാനോ കാര്യങ്ങളോ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. പിന്നെ യുക്രൈൻ റൊമാനിയൻ കളിയിൽ നല്ല അടിപൊളി ഗോൾസ് ഉണ്ട്, റൊമാനിൻ്റെ അടിപൊളി ഗോൾസ് ഉണ്ട്. പിന്നെ ബെൽജിയം, അതായത് 2018 ബ്രസീലിന് ടിക്കറ്റ് കൊടുത്ത 2-1 എന്നുള്ളൊരു ഇതിന് സ്കോറിൽ 2-1 2-0 അതായത് ഡിബ്രോയിൻ്റെ ഒരു നല്ലൊരു അടിപൊളി ഒരു ഗോളൊക്കെ വന്ന ആ 2-1 എന്നുള്ളൊരു ഇത് 2018 ഓർക്കണം, ശരിയാണ്, കുറേ മുന്നെയാണ്. ഇപ്പോൾ ടീം മാറി, പ്ലേയേഴ്സ് മാറി. പക്ഷെ എന്നാലും ബെൽജിയമാണ് കോട്ടിയോസാണ്. പക്ഷേ കോട്ടിയോസ് അല്ല കീപ്പർ പറയുന്നത്, നമ്മളെ സ്ലോവാക്കിയ എന്നൊരു ടീമിനായിട്ട് തോൽക്കണം. അതേമാതിരി ഫസ്റ്റ് കളി തോൽക്കണം, അതായത് ബെൽജിയം തോൽക്കണം, 1-0 തോൽക്കണത് ബെൽജിയത്തിന്. പിന്നെ തിരിച്ച് വരിക്കാൻ പറ്റുന്നില്ല. ലുക്കാക്ക് സത്യം പറഞ്ഞാൽ ലുക്കാക്ക് 2 ഗോളുണ്ടായി, 2 ഗോൾ, ഒരു ഗോളായിട്ട് വാറിക്ക് ഓഫ് സൈഡായി ഇതായി, ശരിയാണ്. പക്ഷേ ലുക്കാക്കിന് എന്നാലും ചാൻസ് കിട്ടും. ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ കുറച്ച് നേരം മാത്രമേ കളിയുള്ളൂ, അതിൽ തന്നെ ലുക്കാക്കിന് നല്ല രീതിയിൽ ചാൻസ് കിട്ടിയോ. പിന്നെ പറയാനുള്ളത് ഇതേമാതിരി പോർച്ചുഗലിനെ കുറിച്ചാണ്. പോർച്ചുഗൽ അട്ടിമറിയുമ്പോൾ തീരല്ലാത്ത ടീം വലിയ ടീമിനെ തോൽപ്പിക്കണ ഒരു സംഭവമാണല്ലോ, അതായത് നമ്മൾ വേൾഡ് കപ്പ് കണ്ട സംഭവം. ലാസ്റ്റ് ടൈമിൽ, അതായത് ഏകദേശം 62-ാം മിനിറ്റിലാണ് അവർ ഗോളിട്ട് നിൽക്കുന്നത്, ഗോളിട്ട് ജയിച്ചിരിക്കുക. അതായത് 62-ാം മിനിറ്റിൽ ഇതേമാതിരി അരറ്റിന് കളി ജോർജി അല്ല പോർച്ചുഗൽ ജയിച്ച് നിൽക്കുക, പോർച്ചുഗൽ തോറ്റ് നിൽക്കാൻ എന്തൊരു ടീമാണ് പോർച്ചുഗൽ തോറ്റ് നിൽക്കാൻ 62-ാം മിനിറ്റിൽ. പക്ഷേ ലാസ്റ്റ് ടൈം ഇഞ്ചറി ടൈമിൽ 2 ഗോൾ അടിച്ച് തിരിച്ചു തരാണ്. ഇപ്പോൾ റൊണാൾഡോനെ പറ്റി പറയുമ്പോൾ, റൊണാൾഡോ ഒരിക്കലും സൗദി പ്രോ ലീഗിൽ കുറേ ഗോൾ അടിച്ചെടുത്തിട്ട് പോർച്ചുഗൽ അങ്ങനെ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. അത് പയന്മാരി ഗോൾ അടിക്കാൻ ശരിയാണ്. ഇൻ്റർനാഷണൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച വ്യക്തി റൊണാൾഡോ ആണ്. അതായത് ഇൻ്റർനാഷണൽ ഒരു രാജ്യത്തിന് വേണ്ടി ഏറ്റവും ഗോൾ അടിച്ച റൊണാൾഡോ ആണ്. പക്ഷേ പോർച്ചുഗലിൽ അങ്ങനെ ഒരു ഗോൾ അടിച്ചിട്ടുള്ളത് ഒരു ഫ്രണ്ട്ലി മാച്ചിൽ കളിക്കാൻ, അത് കുറച്ച് മുന്നേ ഒരു ഗോളിങ് തുടങ്ങി വന്നിരുന്നു, ഒരു ഫ്രീ കിക്ക് ഗോളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഒരു ആ ഒരു വേൾഡ് കപ്പിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, അടുത്ത വേൾഡ് കപ്പ് എടുക്കാനുള്ള ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എപ്പോഴും റൊണാൾഡോക്ക് ഉണ്ട് എന്ന് പറയണം. സത്യം പറഞ്ഞാൽ അയാൾ ഇപ്പോൾ കളി നോക്കിയ സ്ഥലത്ത് ഉണ്ട്, അയാൾക്ക് അടുത്തൊരു വേൾഡ് കപ്പ് കളിക്കാണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ജയിക്കാണ്. പിന്നെ തുർക്കി പറയുമ്പോൾ മെസ്സി, അതായത് റയലിൻ്റെ മെസ്സിൻ്റെ ഒരു അടിപൊളി ലോങ് റേഞ്ച്, ആ ഒരു കർവ് കാണുന്നില്ല. ഞാൻ ആ ഗോൾ വേറെ, അതായത് ഞാൻ 4-3-ൻ്റെ ഒരു പോസ്റ്റാണ് കണ്ടത്, അതായത് ഒരുത്തം ഇങ്ങനെ നിൽക്കണ അടി വരുമ്പോൾ നിൽക്കണത്, അതിൽ പോയിട്ടാണ് ഞാൻ തുർക്കി മെസ്സി ഇതേമാതിരി ഇവൻ്റെ പേരുണ്ട് കാണുന്നത്, ഗോള് കാണുന്നത്. പോയി ഞാൻ നോക്കി, അതായത് ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെടുത്തു ഗോൾ എങ്ങനെയുണ്ട്, അതേമാതിരി വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു. അടിപൊളി ഒരു കയറും ഗോൾ, അവരവിടെ ജയിച്ച് കയറാണ്. ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിലാണ് തുർക്കി മറ്റേ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഫ്രാൻസിനെ പറയാൻ പോയി. ഫ്രാൻസ് ആ ഒരു വേൾഡ് കപ്പിത്തെ ഫ്രാൻസ് അല്ല കേട്ടോ. അപ്പോൾ പറയുന്നത് വേൾഡ് കപ്പിത്തെ ഫ്രാൻസ് അല്ല, ഇപ്പോൾ സെറ്റ് ആവണ്ടെങ്കിൽ സെറ്റ് ആവും. പക്ഷേ വേൾഡ് കപ്പിത്തെ ഫ്രാൻസ് അല്ല, ഒരൊറ്റ ഓൺ ഗോളിനാണ് ജയിച്ചത്. പിന്നെ നെതർലാൻഡ് വേൾഡ് കപ്പിത്തെ നെതർലാൻഡ് ആണോ ചോദിച്ചാൽ ആണ്.
ഏകദേശമാണ്. കാരണം നെതർലാൻഡ് ഇതേമാതിരി വെഗോസ്റ്റിനെ ഇറക്കി ഗോൾ ഇട്ടു. അതിനെ സംഭവം ലാസ്റ്റ് വെച്ച് വെഗോസ്റ്റ് ഇറക്കി. ഏകദേശം 80-ാം മിനിറ്റാണ് വെഗോസ്റ്റിനെ കൊണ്ടുവരുന്നത്, വാങ്കാല് കൊണ്ടുവരുന്നത്. വെഗോസ്റ്റ് ഇറങ്ങി ഗോൾ ഇട്ടു, ജയിപ്പിച്ചു. ഡീപ്പ ഉണ്ടായിരുന്നു ആ സമയം, ഡീപ്പനെ കയറ്റി, ഇവരൊക്കെ കയറ്റിയിട്ട് വെഗോസ്റ്റ് വരികയാണ്, ഗോൾ ഇടുകയാണ്, ജയിക്കുകയാണ്. പോളണ്ടിനെതിരെയായിരുന്നു ഫസ്റ്റ് ഇതിന് കളി. പിന്നെ ഫ്രാൻസിന് എന്നത് ഓസ്ട്രിയനെതിരെയാണ് കളിച്ചത്. ഫ്രാൻസ് നെതർലാൻഡിനെതിരെ ഈ പറഞ്ഞ പോളണ്ടിനെതിരെയല്ല കളിച്ചത് ഫ്രാൻസ്. എന്നിട്ടാണ് ഒരൊറ്റ ഓൺ ഗോൾ, ഇപ്പോൾ എംബാപ്പെ ക്രോസ് കൊടുക്കുന്നു, അത് ഓൺ ഗോളായി കൊടുക്കുന്നു. പിന്നെ ഓൺ ഗോളിൻ്റെ കാര്യം, എത്ര ഓൺ ഗോൾ അടിച്ചിരിക്കുന്നു എല്ലാം കൊടുത്തോണ്ട് യൂറോ കപ്പിൽ. എൻ്റെ താരം അതുമാതിരി മുസിയാലയാണ് വരുന്നത്, 2 ഗോൾ വരുന്നത് പോർട്ടോ. 2 മത്സരം ഗ്രൂപ്പ് സ്റ്റേജിൽ. പിന്നെ നെതർലാൻഡും ഫ്രാൻസൊക്കെ ഒരു മാച്ച് മാത്രമേ ആയിട്ടുള്ളൂ. നെതർലാൻഡ്, ഫ്രാൻസ്, അതുമാതിരി പോളണ്ടിൻ്റെയും ഓസ്ട്രേലിയൻ്റെയും കളി ഇപ്പോൾ നടക്കുകയാണ്. അതിൽ ഓസ്ട്രിയ 3 ജയിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ. പിന്നെ ഇതുമാതിരി പോർച്ചുഗൽ ഗ്രൂപ്പിൽ എല്ലാവരും ഓരോരോ മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ ബെൽജിയം ഒരു മത്സരമുള്ളൂ, റൊമാനിയം ഒരു മത്സരം കളിച്ചിട്ടുള്ളൂ, കളിഞ്ഞുണ്ട്. അതായത് ഇനി ഞാൻ പറഞ്ഞ ഇതിൽ ബെൽജിയത്തിന് എന്തായാലും ഇവിടെ കയറണം. ഞാൻ എൻ്റെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുകയാണ്, അതോടെ കഴിഞ്ഞത് നിർത്തി. ഇതിൽ ജർമ്മനി ജർമ്മനി കയറും. പിന്നെ ഇതിൽ കയറാനുള്ള സാധ്യത സ്കോട്ട്ലാൻഡും സ്വിറ്റ്സർലാൻഡ് തന്നെ കയറും. കാരണം ഹംഗേറി 2 മത്സരം തോറ്റും, സ്വിറ്റ്സർലാൻഡ് കയറും ഇതിൽ. അതായത് ഗ്രൂപ്പ് ബിയിൽ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അൽബാനിയ കയറണം എന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പെയിനും ഇറ്റലിയും മത്സരം, അതായത് സ്പെയിൻ ജയിക്കണം, സ്പെയിൻ ജയിച്ചു, സ്പെയിൻ ഉറപ്പിച്ചു, 1ാം സ്ഥാനം സ്പെയിൻ ഉറപ്പിച്ചു. 2ാം സ്ഥാനം എങ്ങനെ വരണമെന്ന് അറിയാം, ക്രൊയേഷ്യയും ഇറ്റലി മത്സരം ഉണ്ട്. അതായത് ക്രൊയേഷ്യക്ക് സ്പെയിനായിട്ട് കഴിഞ്ഞു, അൽബാനിയായിട്ട് കഴിഞ്ഞു. 2 കളി ജയിക്കാനുള്ള ഒരു സമനില, ഒരു പോയിന്റ്. ഇതേമാതിരി അൽബാനിയ ഇറ്റലിനായിട്ട് കഴിഞ്ഞു. സ്പെയിനായിട്ട് അൽബാനിയ അട്ടിമറി ജയിച്ചു, അങ്ങനെ 4 പോയിൻ്റാവും. അതായത് 4 പോയിൻ്റാവും അട്ടിമറി ആയിട്ട് അൽബാനിയ സ്പെയിനിൽ ജയിക്കണം. എൻ്റെ ആഗ്രഹം മാത്രമേ, പക്ഷേ അത് നടക്കും തോന്നുന്നില്ല, തീരെ നടക്കാത്തൊരാഗ്രഹമാണ്. അട്ടിമറിയായിട്ട് ഒരു ഒറ്റ ഗോളിനും, അത് ഒറ്റ ഓൺ ഗോളും ആയിട്ടും. അതായത് ഇതൊരു ഓൺ ഗോളിൻ്റെ ഒരു യൂറോ കപ്പ് തന്നെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഇതിൽ കുറേ ഓൺ ഗോൾ കാണുന്നുണ്ട്. അൽബാനിയ ഒരു ഒറ്റ ഓൺ ഗോൾ ആയെങ്കിലും ഈ പറഞ്ഞ സ്പെയിനായിട്ട് ജയിക്കണം. എന്നിട്ട് ഇറ്റലി ക്രൊയേഷ്യ കളി സമനിലാണ്. അപ്പോൾ അൽബാനിയക്ക് 4 പോയിൻറ്റും ഈ പറഞ്ഞ ഇറ്റലിക്ക് 4 പോയിൻ്റാണ് വരിക. പക്ഷേ ഒറ്റ ഗോളിന് ജയിച്ചാലും അപ്പുറത്ത് ഇതിൽ സത്യം പറഞ്ഞാൽ ഒരൊറ്റ ഗോളിന് ജയിച്ചിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴാണ് നോക്കിയത്, ഗോൾ ഡിഫറൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ അൽബാനിയക്ക് -1 മറ്റുള്ളവർക്ക് 0 ആണ്. ഇത് ക്രൊയേഷ്യ അവിടെ ജയിക്കുക വെച്ചാൽ 4, ക്രൊയേഷ്യ ജയിക്കുക, അതായത് ക്രൊയേഷ്യ ഒറ്റൊരു ഗോളിനൊക്കെ ജയിക്കേണ്ടത്. ഇപ്പം അപ്പുറത്ത് ഒറ്റൊരു ഗോളിന് ജയിക്കണം. അങ്ങനെ വന്നാൽ അൽബാനിയ കയറും. അതൊരു അട്ടിമറിയാവും. കാരണം അൽബാനിയ ഒറ്റൊരു ഗ്രൂപ്പ് പറഞ്ഞാൽ എല്ലാ ഡ്രോയിൽ കിട്ടണം, നമ്മൾ നറുക്കെടുപ്പ് വരുന്ന നമുക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ അൽബാനിയ ഒരു മരണ ഗ്രൂപ്പിലാണ്. ഇറ്റലി, സ്പെയിൻ, ക്രൊയേഷ്യ, അതായത് വമ്പൻ ടീമിൻ്റെ അടിയിൽ അവർ ഒരു 3ാം സ്ഥാനത്ത് നിൽക്കണം. അതായത് ക്രൊയേഷ്യ സമയം തളച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെ അയാൾ സ്പെയിനെ തോൽപ്പിക്കണം, ഇതാക്കണം. പിന്നെ ഗ്രൂപ്പ് സി വരുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്, ഡെൻമാർക്കും ഇംഗ്ലണ്ടിൽ തന്നെ കയറും. പക്ഷെ അവിടെ സെർബിയൻ്റെ കളി കണ്ടറിഞ്ഞപ്പോൾ സെർബിയ 2 കളി കളിച്ചു, ഒരു കളി ഡ്രോ, ഒരു കളി ഇത് ലോസായി. സെർബിയ കയറുമെന്ന് തോന്നുന്നില്ല, പക്ഷേ സെർബിയൻ്റെ അടിപൊളി കളി ഇല്ല. പക്ഷേ അവിടെ ഡെൻമാർക്കും ബലും കയറും. കാരണം ഇംഗ്ലണ്ട് 4 പോയിൻ്റ്, ഡെൻമാർക്കിന് 2 പോയിൻ്റാണ്. പിന്നെ മറ്റൊരു വെല്ലുവിളിയായിട്ട് തരുന്ന പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഡെൻമാർക്ക് സീന് കളിയാണ്. പിന്നെ ഇവിടെയാണ് ഫ്രാൻസും നെതർലാൻഡുമാണ് കയറുക. പക്ഷേ ഫ്രാൻസും നെതർലാൻഡും കയറിൻ്റെ മുന്നേ ഇന്നത്തെ കളിയുണ്ട്, ഫ്രാൻസും നെതർലാൻഡും തമ്മിലുള്ള കളി. ആ കളീൻ്റെ റിസൾട്ട് എന്താകുമെന്നനുസരിച്ചായിരിക്കും. അതായത് ഫ്രാൻസ് നെതർലാൻഡിനെ തോൽപ്പിച്ച് വയ്ക്കും. നെതർലാൻഡ് 3 പോയിൻ്റ്, ഫ്രാൻസിന് 6 പോയിൻ്റ്, അവർ കയറി. പിന്നെ വരുന്നത് ഓസ്ട്രിയയും നെതർലാൻഡും തമ്മിൽ കളിയാണ്. അതായത് ഇപ്പോൾ ഓസ്ട്രിയ ജയിച്ച മട്ടാണ്, 3-1 പോളണ്ട് ജയിച്ച മട്ടാണ്. അതൊരു പുട്ട കളി. കാരണം ഗോൾ ഡിഫറൻസ് നോക്കുമ്പോൾ ഇപ്പോൾ 1-1. ഗോൾ ഡിഫറൻസ് നോക്കാൻ പറ്റില്ല. കാരണം അവർ തമ്മിൽ കളിക്കുമ്പോൾ ആര് ജയിക്കുമ്പോൾ അവർക്ക് പ്ലേ ഓഫ് എന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ അവിടെ കയറും. പക്ഷേ ഓസ്ട്രിയ കയറാനും ചാൻസ് ഉണ്ട്, നെതർലാൻഡ് കയറാനും ചാൻസ് ഉണ്ട്. നെതർലാൻഡാണ് ഞാൻ ഒന്നുകൂടി നോക്കുന്നത്. കാരണം പിന്നെ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ റൊമാനിയ യുക്രൈനാണ്. യുക്രൈൻ ഒരു കളി വിൻ ചെയ്തു, ഒരു കളി തോറ്റു. റൊമാനിയ 8 കളി പ്ലേ ചെയ്തു, 8 കളി കളിച്ചിട്ടുള്ളൂ, അത് വിന്നും ചെയ്തു. റൊമാനിയക്ക് ഇനിയുണ്ട് 2 മാച്ച്, ബെൽജിയത്തിനുണ്ട് ഇനി 2 മാച്ച്. അപ്പോൾ ബെൽജിയം ഇനി തിരിച്ചു വരണം. സത്യം പറഞ്ഞാൽ ബെൽജിയം തിരിച്ചു വരണം. പിന്നെ അവിടെ നിന്ന് കയറാൻ ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ റൊമാനിയ ആയിരിക്കും എൻ്റെ ഒരു ഇതിൽ. ഇവിടെ തുർക്കിയും പോർച്ചുഗലും കയറും, വേറെ ആരും കയറില്ല, അവരെ തന്നെ കയറും. കാരണം ബാക്കി 2 ആൾക്കാരും തോറ്റിക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് യൂറോ കപ്പിനെ പറ്റി പറയാനുള്ളത്.